റമദാനും വിഷുവും കഴിഞ്ഞതിന് ശേഷം ലുലു മാളിലെ നോൺ വെജ് ഐറ്റംസിൻ്റെ പ്രൈസ് അപ്ഡേറ്റ്സ് ആണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസുകൾ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായി. എസ്പെഷ്യലി ഈ ഒരു മട്ടൻ്റെ സെഷൻ ഓൾമോസ്റ്റ് 775 780 800 റുപ്പീസ് ഈ ഒരു റേറ്റിൻ്റെ അകത്താണ് മിക്ക ആ ഒരു പോർഷൻസൊക്കെ വരുന്നത്. വെളിയിലാണെങ്കിൽ ലുലു മാളിൻ്റെ വെളിയിൽ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും എസ്പെഷ്യലി റമദാൻ്റെ ടൈമിലൊക്കെ നല്ല കത്തി റേറ്റ് ആയിരുന്നു. 1000 രൂപയ്ക്കൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് പല ആൾക്കാർക്കും യൂസ്ഫുള്ളായി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഗൈസ്. അപ്പോൾ മട്ടൻ്റെ സെഷൻ നോക്കിക്കഴിഞ്ഞാൽ മസാല ഇട്ടതും മസാല ഇടാത്തതും ഒക്കെ അവൈലബിൾ. എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലായിട്ടും നിങ്ങൾ മസാല ഇടാത്ത ആ ഒരു മീറ്റ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ, റാബിറ്റ്, ബ്രോയിലർ ചിക്കൻ, അതോടൊപ്പം തന്നെ റാബിറ്റ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ അവൈലബിൾ ആണ്. ഇവിടെയും ചിക്കൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പെരുന്നാളിൻ്റെ സമയത്തൊക്കെ വെളിയിലൊക്കെ 170-നും 200-നൊക്കെ വിറ്റുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ചെയ്ത സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർക്കാണെങ്കിൽ യൂസ്ഫുള്ളായി എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻസിനൊക്കെ ആണെങ്കിൽ റേറ്റ് വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്പൈസി ചിക്കനും മസാല ഇട്ടതും മസാല ഇടാത്തതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ചിക്കനൊക്കെ ആണെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ റേറ്റ് ഇപ്പോൾ പറഞ്ഞത് പെർ kg എന്നുള്ള രീതിയിലാണ്. അതൊരു ഫുൾ ചിക്കൻ ആകുമ്പോഴേക്കും അതിൻ്റെ റേറ്റിലാണെങ്കിൽ ഡിഫറൻസ് ഉണ്ടാകുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ബീഫാണ്. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശത്തോട്ട് കയറ്റുമതി ചെയ്യുന്നതും ബീഫാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതും ബീഫാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എതിർക്കുന്നതും ബീഫാണ്. അങ്ങനെ ഇഷ്ടംപോലെ പ്രത്യേകതകളുള്ള ബീഫ് ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രം വളരെയധികം സുലഭമായിട്ട് കിട്ടും. യാതൊരുവിധ പേടിയുമില്ലാതെ വളരെയധികം ശാന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അത് ബീഫായാലും ശരി, പോർക്കായാലും ശരി, എന്തായാലും ശരി. നമ്മുടെ ലുലു മാളിൽ പോർക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഫിഷ് ഐറ്റംസാണ്. ഫിഷ് ഐറ്റംസുകൾ നമ്മൾ സൗത്ത് കേരളം നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രവും കൊല്ലത്തു നിന്നൊക്കെ വരുന്ന ഇഷ്ടംപോലെ ഫിഷ് ഐറ്റംസുകൾ നമ്മുടെ ലുലു മാളിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ കായൽ മത്സ്യങ്ങളുടെ ഒരു ചാകര തന്നെ നമ്മുടെ ലുലു മാളിൽ ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമീൻ പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കായൽ മത്സ്യങ്ങൾ മാത്രമേ ഉള്ളൂ. സീ ഫുഡ് ഐറ്റംസിലാണ് കുറച്ച് കൂടുതലായിട്ട്, എസ്പെഷ്യലി സീ ഫിഷ് ഐറ്റംസിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മിക്ക ഫിഷ് ഐറ്റംസുകളും അത്യാവശ്യം ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫുൾ ടൈം ഇവിടെ ഫ്രീസറിലും ഐസിലൊക്കെ വച്ചിരിക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റിൻ്റെ ഒരു ഡിഫറൻസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും പലപ്പോഴായിട്ട് ഞാൻ ഇവിടെ നിന്ന് മീൻ ഐറ്റംസിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളില്ല ടേസ്റ്റിലും. അതോടൊപ്പം തന്നെ അതിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ലാഭത്തിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചൂര ഐറ്റംസിലായാലും ശരി, അതല്ലാത്ത ഫിഷ് ഐറ്റംസിലായാലും ശരി, ഏത് തരം ഫിഷ് ഐറ്റംസിലായാലും നമുക്ക് നല്ല രീതിയിൽ ലാഭത്തോടു കൂടിയും ഗുണമേന്മയോടു കൂടി വാങ്ങിക്കാൻ പറ്റും എന്നുള്ള വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, നമ്മുടെ ലുലു മാൾ ട്രിവാൻഡ്രത്തിലെ ജസ്റ്റ് ഒരു അപ്ഡേറ്റ്സ് വീഡിയോ കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജും മറക്കാതെ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകൾ നമ്മുടെ ചാനൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നവരേക്കും ബൈ.